പത്തിയൂരിലെ വെള്ളക്കെട്ടിന് പരിഹാരമായി കരിപ്പുഴത്തോട്ടിലെ എരിവാപ്പാലത്തിന് താഴെ സ്ഥാപിച്ചിരുന്ന ഷട്ടറുകളും അവിടെ അടിഞ്ഞുകൂടിയ മാലിന്യങ്ങളും നീക്കം ചെയ്തു തുടങ്ങി. മന്ത്രി എം ലിജുവിന്റെ നേതൃത്വത്തിലാണ് പ്രവർത്തനം. പത്തിയൂർ ഗ്രാമപഞ്ചായത്തിലെ താഴ്ന്ന പ്രദേശങ്ങളിലെ വീടുകളിൽ വെള്ളം കയറിയ സാഹചര്യത്തിൽ അടിയന്തര ഇടപെടലുമായി അധികൃതർ രംഗത്തെത്തി. വെള്ളക്കെട്ടിന് പ്രധാന കാരണമായ കായംകുളം നഗരസഭാ പ്രദേശത്തെ കരിപ്പുഴത്തോട്ടിൽ എരുവപ്പാലത്തിന് താഴെ സ്ഥാപിച്ചിരുന്ന ഷട്ടറുകളും അവിടെ അടിഞ്ഞുകൂടിയ മാലിന്യങ്ങളും നീക്കം ചെയ്തു. മന്ത്രി എം ലിജു നേരിട്ട് എരുവപ്പാലത്തിന് സമീപമെത്തിയാണ് പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയത്. ശക്തമായ മഴയെ തുടർന്നാണ് പത്തിയൂരിലെ താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറുകയും ജനജീവിതം ദുസ്സഹമാകുകയും ചെയ്തത്. ഉപ്പുവെള്ളം കയറുന്നത് തടയാനായി കരിപ്പുഴത്തോട്ടിൽ എരുവപ്പാലത്തിന് താഴെ മുൻപ് സ്ഥാപിച്ചിരുന്ന ഷട്ടറുകളിൽ കമ്പും മറ്റ് മാലിന്യങ്ങളും വൻതോതിൽ അടിഞ്ഞുകൂടിയിരുന്നു. ഇത് മഴവെള്ളത്തിന്റെ സുഗമമായ ഒഴുക്കിന് പൂർണ്ണമായും തടസ്സമായതോടെയാണ് പത്തിയൂരിലെ വീടുകളിലേക്കുൾപ്പെടെ വെള്ളം കയറാൻ തുടങ്ങിയത്. ഇതേ തുടർന്ന് കായംകുളം നഗരസഭയുടെയും പത്തിയൂർ ഗ്രാമപഞ്ചായത്തിന്റെയും ഇറിഗേഷൻ വകുപ്പിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ രാവിലെ മുതൽ ഷട്ടറുകൾ പൊളിച്ചു മാറ്റുന്ന നടപടികൾ ആരംഭിക്കുകയായിരുന്നു. കായംകുളം മണ്ഡലത്തിലെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് രാത്രി മന്ത്രി എം ലിജുവിന്റെ നേതൃത്വത്തിൽ പ്രത്യേക ഉന്നതതല യോഗം കഴിഞ്ഞ ദിവസം ചേർന്നിരുന്നു. ജില്ലാ കളക്ടർ, തഹസിൽദാർ തുടങ്ങിയ ഉന്നത ഉദ്യോഗസ്ഥർ പങ്കെടുത്ത യോഗത്തിലെ തീരുമാനപ്രകാരമാണ് അടിയന്തര നടപടികൾ വേഗത്തിലാക്കിയത്. ഷട്ടറുകളും മാലിന്യങ്ങളും നീക്കം ചെയ്ത് നടത്തുന്ന പ്രവർത്തനം എരുവപ്പാലത്തിന് സമീപം മന്ത്രി എം ലിജു നേരിട്ടെത്തി വിലയിരുത്തി. മന്ത്രിക്ക് പുറമെ നഗരസഭാ ചെയർമാൻ ശരത് ലാൽ ബെല്ലാരി, കൗൺസിലർമാരായ അസിം നാസർ, വള്ളിയിൽ റസാക്ക്, മുതുകുളം ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് നിഷ സാംജിത്ത്, പത്തിയൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സുലേഖ, പത്തിയൂർ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ, നഗരസഭയിലെയും ഗ്രാമപഞ്ചായത്തിലെയും ജനപ്രതിനിധികൾ, ഇറിഗേഷൻ നഗരസഭാ ഉദ്യോഗസ്ഥർ എന്നിവരും പങ്കെടുത്തു. ഇറിഗേഷൻ വകുപ്പിന് തുറന്നുള്ള പ്രവർത്തനങ്ങൾക്ക് ഇറിഗേഷൻ വകുപ്പിനെ ചുമതലപ്പെടുത്തി. ഇനി ഇത്തരത്തിൽ പ്രതിസന്ധി ഉണ്ടായാൽ ഇറിഗേഷൻ വകുപ്പ് കാര്യങ്ങൾ ചെയ്യണം. ആ വിഷയങ്ങൾക്ക് എല്ലാത്തിനും തന്നെ റാറ്റിഫിക്കേഷൻ ജില്ലാ ഭരണകൂടം നൽകുന്നതാണെന്നുള്ള കാര്യം തീരുമാനമായി. അപ്പോൾ ഇനി മുതൽ ഇവിടെ ജലനിർഗമനം മാലിന്യം അടിഞ്ഞ് തടസ്സപ്പെട്ടാൽ അത് പരിഹരിക്കാനുള്ള തീരുമാനമാണ് ഇന്ന് എടുത്തിരിക്കുന്നത്. അത് നമുക്ക് ഇതിനൊരു ശാശ്വത പരിഹാരം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നുണ്ട്. എന്നാണെങ്കിൽ ഒരു ഇറിഗേഷൻ, മൈനർ ഇറിഗേഷനാണ് ഇതിനെക്കുറിച്ച് പഠിക്കേണ്ടത്. കാരണം നമുക്ക് അങ്ങനെ വെറുതെ ഈ മുട്ടുകൾ മാറ്റാൻ സാധിക്കില്ല. വർഷങ്ങൾക്ക് മുമ്പ് തന്നെ സ്ഥാപിക്കപ്പെട്ടതും കരിപ്പുഴ പുഞ്ചയിൽ കൃഷി നടത്തുന്നതിന് വേണ്ടിയുള്ള ഒരു കാര്യമാണിത്. ഉപ്പുവെള്ളം കയറ്റി ശുദ്ധീകരിക്കാനും ഉപ്പുവെള്ളം കയറാതിരിക്കാനും രണ്ടിനും വേണ്ടിയുള്ളതാണ് ഈ മുട്ടുകൾ. അപ്പോൾ അതുകൊണ്ടൊരു ശാശ്വത പരിഹാരത്തിന് ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റിനോട് റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അവരുടെ റിപ്പോർട്ട് കിട്ടിയതനുസരിച്ച് തീരുമാനം. ഞാനത് പരിഹരിക്കാൻ ഞങ്ങൾ ഈ ജലം ഒഴുക്കിക്കളയാനുള്ള മാർഗ്ഗങ്ങളാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ ഇവിടെ എല്ലായിടത്തും തന്നെ ജലനിർഗമന മാർഗ്ഗങ്ങൾ കറക്റ്റ് ചെയ്യുന്നുണ്ട്. ആവശ്യമുള്ള സ്ഥലങ്ങളിലെല്ലാം ക്യാമ്പ് തുടങ്ങാനായിട്ട് പറഞ്ഞിരിക്കുകയാണ്. അതോടൊപ്പം ഇന്നലെ ഞാൻ ഇതുമായി ബന്ധപ്പെട്ട് നിയോജക മണ്ഡലത്തിലെ മുഴുവൻ ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥന്മാരുടെയും ജനപ്രതിനിധികളുടെയും മീറ്റിംഗ് വിളിച്ചിരുന്നു. 2 തഹസിൽദാർമാരുടെ, കാർത്തിപ്പള്ളി തഹസിൽദാരുടെയും മാവലിക്കര തഹസിൽദാരുടെയും നേതൃത്വത്തിൽ. CDNet ന്യൂസ്, കായംകുളം.